മലയോര കർഷകരുടെ പ്രശ്നമാണ് ഇന്ന് അൻവർ MLA അവർ തങ്ങളുമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചതുമൊക്കെ സ്വാഭാവികമായി കൃഷിക്കാരുടെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു വളരെ സാധാരണക്കാരായ ആളുകളുടെ ഗൗരവമുള്ള പ്രശ്നം. ആ പ്രശ്നത്തോട് പാർട്ടിക്ക് വളരെ അനുഭവമാണ്. ആ പ്രശ്നത്തിൽ നിങ്ങൾക്കറിയാം, വർഷങ്ങളായി പരാതി ഒരു പരിഹാരവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കമ്മിറ്റഡാണ്. ആ കാര്യമാണ് വളരെ ഫോക്കസ് കൊടുത്ത് ഇന്ന് ഉണ്ടായ ചർച്ച. അത് UDF-നെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ള പരാതി ഉള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. ആ വിഷയമാണ് ഇന്നത്തെ എല്ലാവിധ ഫോക്കസും. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ആ വിഷയത്തിൽ തീർച്ചയായും നിഷ്പക്ഷരായ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടായിരിക്കും. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആന കഴിഞ്ഞ ദിവസം ഒരു ആളെ കൊന്നു. അത് കഴിഞ്ഞ് ഇന്നുമുണ്ട്, ഇന്നലെയുണ്ട്, എന്നുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇങ്ങനായ മനുഷ്യനെങ്ങനെ ജീവിക്കും? അപ്പോൾ ഗൗരവമുള്ള പ്രശ്നമാണ്. നിയമസഭയിൽ അത് സംബന്ധിച്ച് വരുന്ന ബില്ല്, അതും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചാ വിഷയം. മറ്റു വിഷയങ്ങളൊന്നും ഇന്ന് ചർച്ച ആയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു മൂവ്മെന്റ് നടത്തുന്നു, അദ്ദേഹം പറയല്ലോ, അദ്ദേഹം ഒരു മൂവ്മെന്റ് നടത്തുന്നു. അത് ഈ കൃഷിക്കാരുടെ പ്രശ്നമാണ്. ബാക്കി കാര്യങ്ങൾ നേരത്തെ തങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ UDF മൊത്തത്തിലെടുക്കേണ്ട ഒരു സമീപനമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അത് കൂട്ടായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. പക്ഷേ തീയതി അതിന്റെ ഭാരവാഹികൾ തീരുമാനിക്കേണ്ട വിഷയമല്ലേ. ഇനിയിപ്പോൾ അസംബ്ലി ഉണ്ടല്ലോ, എല്ലാവരും അവിടെ ഉണ്ടാവും. അദ്ദേഹത്തിന് UDF-ൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയേണ്ട കാര്യമല്ലേ. അല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തോടൊപ്പം നിൽക്കുന്ന ഒരു മുന്നണിയല്ലേ UDF. അതുപോലെ തന്നെ UDF മലയോര മേഖലയിലുള്ള ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്നടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മുന്നണിയിൽ പ്രതീക്ഷ ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ബാക്കി മുന്നണിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് പറയാനുള്ള ഫ്രീഡം. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അതിന്റെ ഭാരവാഹികളൊക്കെ ഉണ്ടല്ലോ, അവർ അധികാരത്തെ കൈവിടണ്ടല്ലോ. ഏതാ എന്താ ഓരോ ചോദ്യം തിരിച്ചും മറിച്ചും ഇപ്പോ ലീഗ് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ലീഗിന് ഈ കാര്യത്തിൽ പറയാവുന്നതിന്റെ ചില ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ചെയ്യാൻ പറയുന്നു. അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം ലീഗ് ഉണ്ട്. ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അത് വളരെ ഗൗരവത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം അതോടൊപ്പം ഉണ്ട്. ബാക്കി കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായം പറയാനുള്ളത്. ബാക്കി നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. ഈ തോന്ന ചോദ്യം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമില്ലേ, എല്ലാം പറഞ്ഞാണ്. ഇനിയിപ്പോ എന്താ ചോദ്യം? ഞാന് ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് രാവിലെയും ഇപ്പോ എന്താ പറയാ, ബഹുമാനപ്പെട്ട തങ്ങളുടെ വസതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഇതൊരു രാഷ്ട്രീയ പിന്തുണ തേടിയിട്ട് വ്യക്തിപരമായ അൻവറിന്റെ മുന്നണി പ്രവേശനമോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ടതല്ല. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും പറയുന്നു, ഈ വനമേഖലയിലുള്ള മനുഷ്യരുടെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം, അതിലേറെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമസഭയിൽ വരുന്ന നിയമ ഭേദഗതി, ഈ രണ്ട് കാര്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ പിന്തുണ, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ, അതിന്റെ ഉന്നതനായ ഒരു നേതാവ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബിനോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ വിഷയത്തിന്റെ ഗൗരവം അവർക്ക് അറിവുള്ളതാണ്. എന്നാലും ആ നാട്ടിൽ ജീവിക്കുന്ന, മലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിന്റെ വിശദീകരണം അദ്ദേഹത്തോട് നടത്തുകയും പരിപൂർണമായിട്ടും ഈ മലയോര മേഖലയുടെ കർഷകരുടെ വിഷയങ്ങളിൽ, ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും UDF-ന്റെയും പൂർണ്ണമായ പിന്തുണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകും. നിയമസഭയിൽ ഈ ബില്ലിനെ എതിർക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും.
അതിന്റെ മുമ്പായിട്ട് പാർട്ടിപരമായിട്ട് വല്ല സമരങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. ഇത്രയേ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല ആര് ഇതിൽ സമരം നടത്തിയാലും ഞാൻ അതിൽ പോയി നിൽക്കുന്നു. പിന്നെ സംയുക്തത്തിന്റെ പ്രശ്നം എന്താ? ഈ വിഷയത്തിൽ ആര് സമരം നടത്തിയാലും ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷികൾ കൂട്ടിയാൽ നിൽക്കും. പക്ഷെ അതില് എന്താ പറയാ, വസ്തുത ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അല്ല, ആളെ പറ്റിക്കാനും സമരം ഈ നാട്ടിൽ നടക്കലുണ്ട്. അതിന് അന്വറിനെ കിട്ടൂല. അവര് നിലപാട് വ്യക്തമാക്കിയിട്ട് ഒരു സമരം നടത്തുകയാണെങ്കിൽ ആ സമരത്തിന്റെ ഒപ്പം ഞാൻ പോകും. അതിന് തർക്കമൊന്നുമില്ല. താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് UDF എന്നൊരു സംവിധാനമാണ് പ്രാപ്തമാവുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ്. പിന്നെ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിസത്തിന്റെ ബാക്കി പത്രമാണല്ലോ ഈ പറയുന്നതൊക്കെ. ഈ ദുരന്തം ഉണ്ടാക്കുന്ന ആരാ? ഇത് കേന്ദ്ര ഗവൺമെന്റാണ് വനത്തിന്റെ വലിയ എന്താ പറയാ ഓണർഷിപ്പ് ഉള്ളത്. സ്റ്റേറ്റിന് പരിമിതി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേന്ദ്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും പറയുന്ന മുഖ്യമന്ത്രിയും കൈമലർത്തുന്ന വനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന വന നിയമത്തിലാണ് ഈ അമെന്റ്മെന്റ് വരുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്ന ആരവിടെ? UDF ആണ്. ആ പരിശ്രമത്തോടൊപ്പം ഞാൻ നിൽക്കും. അപ്പൊ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക. കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ട് എന്താ കാര്യം? കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇത്തരം കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്തതാണ് ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ധൈര്യമില്ല. ഈ ലോകത്തെ മുഴുവൻ പുഴയും ഫോറസ്റ്റിൻ്റെതാക്കുക, ഫോറസ്റ്റുകാർക്ക് അമിതാധികാരം കൊടുക്കുക, CRPCയുടെയും IPCയുടെയും പവർ ഫോറസ്റ്റുകാർ കൊടുക്കുക. മിനിയാന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിങ്ങൾ കണ്ട? ആരാ കൊണ്ടുപോയത്? പോലീസാണ്. ഈ ഭേദഗതി പാസ്സായാൽ ആ സ്ഥാനത്ത് വരിക DFOവും BCCFും ഇവിടുത്തെ ഫോറസ്റ്റുകാരും അവരുടെ ജീപ്പും അവരുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അവരുടെ വാച്ച് ഓഫീസർമാരും എന്റെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ കുഞ്ഞാട്ടി സാഹിബിന്റെ വീട്ടിൽ വന്ന് കുഞ്ഞാട്ടി സാഹിബിനെ പൊക്കിയവർക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കണം, ആ ശക്തമായ അമെന്റ്മെന്റാണ് വരാൻ പോകുന്നത്. ആ ഓവർ പവറാണ് കൊടുക്കാൻ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ട് കൂടിയല്ല. ഇന്ത്യയിലെ മറ്റ് 10-28 സംസ്ഥാനമുണ്ട്, അവിടെയൊക്കെ വനമുണ്ട്. അവിടെ പോലും ഇല്ലാത്ത നിയമം 70% ഫോറസ്റ്റായ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത്, കുരങ്ങ് കൊണ്ട് തിരുവനന്തപുരത്തും ഹൈക്കോടതി പോലും പകൽ സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ വാതിലടച്ചിട്ടുണ്ട് ഗതികേടുള്ള ഈ നാട്ടിലേക്കാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ സീരിയസ്നെസ് എത്രയാണ്? അപ്പൊ അതിൽ പിന്തുണ വാങ്ങാനും ഇതിന്റെ സീരിയസ്നെസ് പറയാനാണ് വന്നത്. അത് ബഹുമാനപ്പെട്ട കുഞ്ഞാട്ടി സാഹിബ് ഉൾക്കൊണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, KPCC പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, UDF കൺവീനറും പ്രതിപക്ഷ നേതാവുമായ VD സതീശനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ നേരിൽ കാണുന്നുണ്ട്. ഇന്ന് തൊട്ട് 2-3 ദിവസം ഈ യാത്രയിലാണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പൊന്നാര ചങ്ങാതിമാരെ ഇത് കുറെ പറഞ്ഞാണല്ലോ. അത് കഴിഞ്ഞത് ഇവിടെ പ്രശ്ന രാഷ്ട്രീയമല്ല. നിങ്ങൾ ആ രാഷ്ട്രീയത്തിലേക്കാണ് പോണത്. ഇവിടെ മനുഷ്യന്മാര് ജീവിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിലേക്ക് നിങ്ങൾ വേറെ കൊണ്ടുവന്ന് ഞാൻ മറുപടി പറയില്ല. ഞാൻ പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത്. പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അടുത്ത തവണയും താങ്കൾ തന്നെ നിലമ്പൂരിൽ MLA ആവുക എന്നതും പ്രധാനമല്ലേ? ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ചിലപ്പോൾ ആവില്ല. എന്നിട്ട് നിങ്ങൾ ബേജാറാണെന്ന്, എനിക്കില്ലാത്ത ബേജാറിനെന്ന്, എനിക്കില്ലാത്ത ബേജാറിനെന്തിനാ? Who want this? ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വിളിച്ചിട്ട് ആരാണോ അവൈലബിൾ ആളുകളെ പോയി കാണും. എത്രയും പെട്ടെന്ന് നാളെ പറ്റിയാൽ നാളെ, ഇന്ന് പറ്റിയാൽ പറ്റിയത് എവിടെയാണ് ഇവരൊക്കെ നിൽക്കുന്നത് അന്വേഷിച്ചിട്ട് നമുക്ക് പറയാം.